ഹായ് ഫ്രണ്ട്സ്, നമ്മളിൽ പലരും നേരിടുന്ന ഒരു വലിയ വിഷമമാണ് വർഷങ്ങളോളം നല്ല രീതിയിൽ വളവും വെള്ളവുമൊക്കെ കൊടുത്ത് മക്കളെ പോലെ നോക്കിയാലും ചില മാവുകൾ മാത്രം ഒട്ടും കായ്ഫലം തരില്ല. വലിയ പ്രതീക്ഷയോടെ നട്ടതാവും, പക്ഷേ നിരാശയായിരിക്കും ഫലം. എൻ്റെ തോട്ടത്തിലും ഉണ്ടായിരുന്നു ഇതുപോലെ ഒട്ടും കായ്ക്കാത്ത ഒരു വലിയ മാവ്. അതിനൊരു പരിഹാരമായി ഞാൻ ചെയ്ത ഒരു പരീക്ഷണമാണ് നിങ്ങൾ ഈ കാണുന്നത്. കായ്ക്കാത്ത ഈ വലിയ മാവിലേക്ക് ഇന്നാർച്ച് ഗ്രാഫ്റ്റിംഗ് രീതിയിലൂടെ 2 നല്ല ഇനം ബഡ് ചെയ്ത മാവിൻ തൈകളാണ് ഞാൻ വെച്ച് പിടിപ്പിച്ചത്. ഇതിൻ്റെ ഫലം എന്താണെന്ന് അറിയണ്ടേ? വീഡിയോ മുഴുവനായും കാണുക. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഗ്രാഫ്റ്റിംഗ് വിജയകരമായി പൂർത്തിയായി ഇത് തമ്മിൽ നന്നായി ഒട്ടിപ്പിടിച്ചതിന് ശേഷമുള്ള കാഴ്ചയാണ്. ഇൻ ആർച്ച് ഗ്രാഫ്റ്റിംഗ് വിജയിച്ചോ എന്ന് നമുക്ക് എങ്ങനെ പ്രത്യേകം മനസ്സിലാക്കാൻ കഴിയും? അതിനൊരു എളുപ്പ വഴിയുണ്ട്. നമ്മുടെ ഗ്രോ ബാഗിലുള്ള തൈകളുടെ താഴത്തെ ഭാഗത്തെക്കാളും ഒട്ടിച്ച് വെച്ചതിന് മുകൾ ഭാഗത്ത് നല്ല രീതിയിൽ വണ്ണം കൂടിയതായി കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് അറിയാമോ? ഈ വലിയ മാവിൽ നിന്നുള്ള പോഷകങ്ങളും നീരൊഴുക്കുമെല്ലാം വളരെ വേഗത്തിൽ ഈ ചെറിയ തൈയിലേക്ക് പുഷ് ചെയ്യുന്നത് കൊണ്ടാണ് മുകൾ ഭാഗം പെട്ടെന്ന് വണ്ണം വെക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പാക്കാം നമ്മുടെ ഗ്രാഫ്റ്റിംഗ് 100% വിജയകരമായെന്ന്. ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഏകദേശം 5 മാസത്തിന് ശേഷമാണ് ഇതിൻ്റെ ബാഗ് മുറിച്ച് മാറ്റുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഈ ഗ്രോ ബാഗ് സാവധാനം മുറിച്ച് മാറ്റി ഈ തൈകളെ പൂർണ്ണമായും സ്വതന്ത്രമാക്കുന്നത്. ബാഗ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈ പുതിയ തൈകൾ ആ വലിയ മാവിൻ്റെ തന്നെ ഒരു പ്രധാന ഭാഗമായി മാറി അങ്ങോട്ട് വളർന്നുകൊള്ളും. കാലക്രമേണ, അതായത് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം ഏതാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഇത് പരസ്പരം ഒട്ടിച്ചേർന്ന് ഒറ്റ മരമായി മാറും. പ്രകൃതിയുടെ ഒരു അത്ഭുതം തന്നെയാണ് ഈ ഒത്തുചേരൽ. ഇനി ഇതിൻ്റെ ഏറ്റവും സന്തോഷം തരുന്ന കാഴ്ചയിലേക്ക് വരാം. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, ഒട്ടും കായ്ക്കാതിരുന്ന ഈ വലിയ മാവിൽ ഈ പുതിയ തൈകൾ പിടിച്ചതോടെ ഇതാ മാങ്ങകൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. വർഷങ്ങളായി കാത്തിരുന്ന ആ കായ്ഫലം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിലൂടെ നേടിയെടുക്കാൻ സാധിച്ചു. കായ്ക്കാത്ത മാവുകളെ മാറ്റിയെടുക്കാൻ ഇന്നാർച്ച് ഗ്രാഫ്റ്റിംഗ് എത്രത്തോളം ഫലപ്രദമാണെന്ന് ഏറ്റവും വലിയ തെളിവാണ് ഈ കാഴ്ച. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ വളം കൊടുത്തിട്ടും കായ്ക്കാത്ത മാവുകൾ ഉണ്ടെങ്കിൽ ഈ രീതി തീർച്ചയായും പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. ഇനി ഇതുപോലെ കായ്ക്കാത്ത മാവുകളെ പെട്ടെന്ന് കായ്പ്പിച്ചെടുക്കാൻ നിങ്ങളുടെ കൈകളിൽ വേറെ എന്തെങ്കിലും കുറുക്കു വഴികളോ ട്രിക്കുകളോ ഉണ്ടെങ്കിൽ ദയവായി താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ അറിവുകൾ മറ്റുള്ളവർക്കും ഉപകാരപ്പെടട്ടെ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കരുതേ. മറ്റൊരു നല്ല കൃഷി വീഡിയോയുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയുടെ നന്ദി.